അങ്ങനെ ബബ്ബ കണ്ടു. ആറ്റിങ്കൽ ഡ്രീംസ് എന്നാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തിയേറ്റർ ആട്ടോ. സ്ക്രീൻ 2 4K അറ്റ്മോസ് ആണ്. ബബ്ബ ഡയറക്റ്റഡ് ബൈ ധനഞ്ജയ് ശങ്കർ, റിട്ടേൺ ബൈ ഫാഹിം അന്നൂറി. പ്യുവർ മാഡ്നസ്, സീറോ ലോജിക് അല്ലേ? ഇതൊരു മുൻകൂർ ജാമ്യം എടുത്തതുപോലെ തോന്നി എനിക്ക്. നമുക്ക് ലോജിക്കൊന്നും വേണ്ട, അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് മതിയായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് കിട്ടിയില്ല, എവിടേക്കോ ഇച്ചിരി. എഴുത്ത് ആകെ പാളി, റഫറൻസുകൾ കുത്തി നിറച്ചപ്പോൾ നമ്മുടെ മെയിൻ കഥ എഴുതാൻ നമ്മുടെ റൈറ്റർ അങ്ങ് വിട്ടുപോയി. കഥാപാത്രത്തിന് തീരെ ചേരാത്ത കുറേ ഡയലോഗ്സും ഉണ്ട്. ഡയറക്ഷനിലും കുറേ പ്രശ്നങ്ങൾ തോന്നി. പല സീനും ഒരു ഇമ്പാക്റ്റും തരാതെ കടന്നുപോയി. കണ്ണിന് സുഖം തരേണ്ട പല കാഴ്ചകളും കണ്ണിന് മാത്രമല്ല ചെവിക്കും വളരെ ഇറിറ്റേറ്റിംഗ് ആയി തോന്നി. ആദ്യ പകുതി വളരെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകെ കയ്യിൽ നിന്ന് പോയി. ദിലീപ് കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥാപരിസരവും കൂടി മെച്ചമാവണ്ടേ, എന്നാലല്ലേ അത് ശരിയാവും. ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്ത രീതി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആകെ അഴിഞ്ഞാട്ടം പാട്ടിലെ കുറച്ച് സീനുകൾ നന്നായിട്ട് തന്നെ ഇഷ്ടമായി. ഇത്രയും വലിയൊരു സ്റ്റാറിനെ കൈ കിട്ടിയിട്ട് അത് ഒരു സീൻ പോലും എലിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു പരാജയമാണ്. സ്കോറിംഗ് നന്നായിട്ട് തോന്നി. ചില സ്ഥലത്ത് കുറച്ച് കൂടിപ്പോയതുകൊണ്ട് തോന്നി. ഗോപി സുന്ദറാണ് സ്കോറിംഗ് ചെയ്തത്. സോങ്സ് ബൈ ഷാൻ റഹ്മാൻ. അഴിഞ്ഞാട്ടം പാട്ടിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതൊരു ലൂപ്പ് മോഡിൽ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ലോഡ് അഭിനേതാക്കൾ ഇതിലുണ്ട്. ബൈജു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിനീതും ധ്യാനും ഉണ്ട്. വിനീതിന് ഇടയ്ക്കിടയ്ക്ക് സ്ലോ മോഷനുണ്ട്. ബൈജുവിന് പടത്തിലൊരു ലൂസ് മോഷനും ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ജനറേഷൻ്റെ പൾസ് പിടിച്ച് പടം ഹിറ്റാക്കാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. വിജയുടെ റഫറൻസ്, മോഹൻലാൽ, ബേസിലിൻ്റെ ശബ്ദം, ധ്യാന്, വിനീത്. പക്ഷേ എന്താ ചെയ്യുക, എഴുത്തിലും എക്സിക്യൂഷനിലുമൊക്കെ കുറേ പ്രശ്നങ്ങൾ വന്നു. ഒരു ഇമ്പാക്റ്റും പടം തരുന്നില്ല. ഈ കാറ്റഗറിയിലുള്ള ഒരു പടം കാണുമ്പോൾ ഒക്കെ നമുക്കൊരു വേറൊരു ഫീൽ കിട്ടും. ആ ഫീൽ ഇവിടെ കിട്ടിയിട്ടില്ല. ദിലീപേട്ടൻ്റെ തിരിച്ചുവരവ് ഒരു മികച്ച റൈറ്ററും ഡയറക്ടറും കിട്ടുന്നവരെ മാറ്റിവെച്ചതായിട്ട് അറിയിച്ചു കൊള്ളുന്നു. ദിലീപ് അസാമാന്യ ഒരു റേഞ്ചുള്ള ഒരു നടനാണ്. അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. ആ കമ്മാര സംഭവത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെവല് അന്യായ സാധനമാണ്. എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് ടു ഒരു ബിലോ ആവറേജ് ആയിട്ടാണൊക്കെ തോന്നിയത്. കാരണം ഇത്രയും സ്റ്റാർ കാസ്റ്റിനൊക്കെ കൈ കിട്ടിയിട്ടും അവരത് യൂസ് ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നി. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക, എന്നിട്ട് പറ. ഓക്കെ, അപ്പോൾ ശരി.